നിങ്ങൾ നോക്കൂ, ഇന്ന് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ബിദ്അത്തുകാരും എല്ലാവരും പറയുന്നു ഞങ്ങളാണ് അഹ്ലുസുന്ന, ഞങ്ങളാണ് അഹ്ലുസുന്ന എന്ന് എല്ലാവരും പറയുന്നു. ബഹുമാനപ്പെട്ട ഇമാം അബ്ദുർ റഊഫ് അൽ മുനാവി റഹിമഹുല്ലാ അവിടുന്ന് പറയുന്നുണ്ട്, അഹ്ലുസുന്ന അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് അഹ്ലുസുന്ന, ഞങ്ങളാണ് അഹ്ലുസുന്ന എന്നിങ്ങനെ വാദിക്കൽ കൊണ്ടല്ല, മറിച്ച് പൂർവ്വസൂരികളായ സ്വഹാബത്ത്, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം ഖത്താബി, ഇമാം ബഗവി, ഇമാം റാഫിഈ, ഇമാം നവവി തുടങ്ങിയ മഹോന്നതന്മാരായ പണ്ഡിതന്മാരെ എണ്ണിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം മുനാവി റഹിമഹുല്ലാഹ് പറയാണ്, ഈ മഹോന്നതന്മാരായ പണ്ഡിതന്മാരെ അംഗീകരിക്കുന്നവരും അവരുടെ പാരമ്പര്യത്തിൽ ജീവിക്കുന്നവരുമാണ് അഹ്ലുസുന്ന. അതല്ലാതെ ഞങ്ങളാണ് അഹ്ലുസുന്ന, ഞങ്ങളാണ് അഹ്ലുസുന്ന എന്ന് വാദിക്കൽ കൊണ്ട് ഒരാളും അഹ്ലുസുന്നയാവുകയില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം മുനാവി റഹിമഹുല്ലാഹ് ഫൈദുൽ ഖദീറിൽ രേഖപ്പെടുത്തിയായി കാണാം. ഇന്ന് നിങ്ങൾ നോക്കൂ, ഈ പറഞ്ഞത് പ്രകാരം ഇമാം മുനാവി റഹിമഹുല്ലാഹയെ ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനക്കാർക്ക് തള്ളാൻ സാധിക്കില്ല. കാരണം ഇവരുടെ സ്ഥാപകനായ ഇബ്നു അബ്ദുൽ വഹാബ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഹദീസിൽ വല്ല സംശയമുണ്ടാകുമ്പോൾ ഇമാം മുനാവിയുടെ ഗ്രന്ഥങ്ങളാണ് അവലംബിക്കാറ് എന്ന്. ആ ഇമാം മുനാവി റഹിമഹുല്ലാഹ് പറയുന്നു, അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് എന്ന് വാദിക്കൽ കൊണ്ടല്ല, പൂർവ്വസൂരികളായ പണ്ഡിതന്മാരെ അംഗീകരിക്കലും അവരുടെ പാത പിൻപറ്റലുമാണ് അഹ്ലുസുന്ന എന്ന് ബഹുമാനപ്പെട്ട ഇമാം മുനാവി റഹിമഹുല്ലാഹ് പറയുന്നു. അൽഹംദുലില്ലാഹ്, നമുക്കാർക്കും ഒരിക്കൽ പോലും ഇമാം ബുഖാരിയെ തള്ളേണ്ടി വന്നിട്ടില്ല, ഇമാം മുസ്ലിമിനെ തള്ളേണ്ടി വന്നിട്ടില്ല, സ്വഹാബത്തിനെ മാറ്റിവെക്കേണ്ട ഗതി നമുക്ക് വന്നിട്ടില്ല. എന്തുകൊണ്ട്? നമ്മൾ അഹ്ലുസുന്നയിൽ ഇമാം മുനാവി റഹിമഹുല്ലാഹ് പറഞ്ഞത് പ്രകാരം ഒരാളെയും തള്ളാതെ അവർ കാണിച്ചു തന്ന പാരമ്പര്യത്തിൽ, അവർ കാണിച്ചു തന്ന വഴിയിൽ നാം കൃത്യമായി ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരാളെയും തള്ളേണ്ടി വന്നിട്ടില്ല.